അത് ചൂടാവട്ടെ. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചിയുണ്ട്, ഇത് കൊച്ചുള്ളി, ചെറിയ ഉള്ളി. ഓക്കെ, ഇതങ്ങോട്ടിട്ട് വഴറ്റാം. ഇതെല്ലാം കൂടി ഇട്ടങ്ങോട്ട് കൊടുത്ത് വഴറ്റാം. നമ്മുടെ വിറക് കുറച്ച് മഴ നനഞ്ഞപ്പോൾ ഞാൻ എടുത്ത് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. നല്ല തീയല്ലേ, നല്ല ചൂടുണ്ട്. അപ്പോൾ ആ വിറകും ഉണങ്ങും. നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ തണ്ടുമൊക്കെ ഞാൻ ഇടാറുണ്ട്, നല്ലതാണത്. കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പം പെട്ടെന്ന് ആയിക്കോളും. നല്ല തീയാണ്. എനിക്കൊരു ക്യാമറാമാനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ 2 കൈയും ഫ്രീയാണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാം. നമുക്ക് ഉള്ളിയുടെ ഒക്കെ അകത്തേക്ക് ഒരു ലേശം ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് അന്നേരമായി. നല്ലോണം വഴന്ന് വന്നാൽ അതിൻ്റെ ആ പച്ചപ്പ് മാറണമെങ്കിൽ ആ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് അത് വഴന്നിട്ടുണ്ട്. നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം ഇടാം. ആദ്യം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇച്ചിരി ലേശം ഇരുന്നോട്ട്, നല്ലതാണ് മീൻ. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇത്ര ഇരുന്നുണ്ട്. എന്നുവെച്ചാൽ മീനിൻ്റെ ചാറ് ഇച്ചിരി കൊഴുപ്പ് വേണമല്ലോ. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് നീക്കി വയ്ക്കാമേ. മുളക് പൊടി ആവശ്യത്തിന്. നമുക്ക് കുട്ടിച്ചൂരയാണ് കിട്ടിയത്, അതുകൊണ്ട് 3 ചൂരയുണ്ട്. അതിനനുസരിച്ചുള്ളത് നമുക്ക് ഇച്ചിരി എരിവ് വേണം. മുളക് പൊടി അത്രയും, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡറും കൂടെ അല്പം ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായിക്കോട്ടെ. ഇത്രയും
അത്ര മതി ഒരു കളറിന് വേണ്ടിയിട്ട്. അതിന് വലിയ എരിവൊന്നും ഇല്ല. പിന്നെ നമ്മളൊരു കളറ്, കറിക്കൊരു കളറ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടുണ്ട് ചേർത്ത്. ഇനി അതൊന്ന് പൊടി ഐറ്റംസ്, മുളക്, ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത്രയും വെള്ളം ഇരുന്നോട്ടെ. ഇനി നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇത് നോക്കൂ ഗൈസ്, ഞാൻ വിസ്മയുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പുളിയാണ്. ഈ കരിങ്കല്ലിനെ കഴിഞ്ഞ് കഷ്ടമായിട്ട് കരിഞ്ഞുണങ്ങിയിരിക്കുന്നതാണ്. 250 ഗ്രാം 90 രൂപയാകുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടിരുന്ന പുളി എന്ത് നല്ല ടേസ്റ്റ്. ഇതിട്ടാലും വലിയ ടേസ്റ്റ് കിട്ടില്ല കറിക്ക്. കരിങ്കല്ല് പോലെ ഇരിക്കുകയല്ലേ, ഉണങ്ങി കരിഞ്ഞ്. എന്തായാലും ഇത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി കറിക്ക് ഉപ്പ് ഞാൻ കൈകൊണ്ടാണ് ഇടുന്നതെങ്കിൽ അത് എനിക്കൊരു കണക്ക് കിട്ടുള്ളൂ. ഇനി അത് തിളയ്ക്കണം. ഇപ്പം തന്നെ തിളച്ചോളും, നല്ല തീയാണ്. മൂന്ന് കുട്ടിച്ചൂരയാണ് കിട്ടിയത്. ഫ്രിഡ്ജ് വെച്ചിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതുപോലെ ഇരിക്കും. നമുക്കതിനെ പീസാക്കാം. ഇടയ്ക്ക് കുട്ടിച്ചൂര കാണാനില്ലായിരുന്നു, ഇപ്പം അത് വീണ്ടും വരും. ഫ്രിഡ്ജ് വെച്ച മീനെടുത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ആ ഒരു പച്ചപ്പങ്ങ് മാറും. ഇതിൻ്റെ തൊലി ഞാൻ ഇതാക്കിയില്ല. നമ്മുടെ അരപ്പ് തിളച്ച് വരണുണ്ട്. ഇപ്പം തിളച്ച് കഴിഞ്ഞിട്ടേ മീനിൻ്റെ പീസ് ഇടുകയുള്ളൂ. തിളക്കട്ടെ. നമ്മുടെ മീനിൻ്റെ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി മീനിൻ്റെ പീസുകൾ അങ്ങോട്ട് അടുപ്പിലാകുമ്പോഴത്തേനെ അത് പെട്ടെന്നെല്ലാം റെഡിയാകും. നല്ല ടേസ്റ്റും ആയിരിക്കും കറിക്ക്. നമുക്ക് കുറച്ച് ഗ്രേവി വേണം, അതിനാണ് ഇത്രയും വെള്ളം. നമുക്ക് ഈ കറിവേപ്പില ഇതിൻ്റെ പുറത്തോട്ടിട്ട് കൊടുക്കും. ഇനി അത് വേകട്ടെ. നമുക്ക് നമ്മുടെ മീൻകറി എന്തായെന്ന് നോക്കാം. ദാ തിളച്ച് നല്ല സൂപ്പറായിട്ട് വരികയാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് കറി റെഡിയാവും. മീൻ കറി വേകുമ്പോഴത്തേന് നമുക്ക് കാപ്പി കുടിക്കാം. ഇന്നിപ്പോൾ കപ്പയോ ചക്കയോ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ദോശയും ചട്നിയാണ് നമുക്ക് കഴിക്കാം. നിങ്ങളെല്ലാവരും കഴിച്ച് കാണുമല്ലോ അല്ലേ? സാധാരണ മീനുണ്ടെങ്കിൽ മീൻ കറിയും കൂടി എൻ്റെ കൂടെ ഞാൻ എടുക്കുന്നതാണ്. മീൻ അടുപ്പത്ത് വേകണതേ ഉള്ളൂ. ഗൈസ്, നമ്മുടെ മീൻകറി തിളച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഒരു 5 മിനിറ്റ് കൂടെ എടുക്കും. ഹായ് ഗായ്സ്, നമ്മുടെ മീൻകറി ഏതാണ്ട് റെഡി ആയിരിക്കുകയാണ്. ഇത് ഉണക്ക കപ്പയാണ് വെള്ളത്തിലിട്ട്
പച്ചയ്ക്ക് ഉണങ്ങിയത്. ഇതിപ്പോൾ വെള്ളത്തിൽ ഇട്ടേക്കുക. ഇത് നമുക്ക് അവിച്ച് ഉപ്പും ഇട്ട് മീൻ കറി കൂട്ടി കഴിക്കാം. ഓക്കേ.